പ്രിയ സുഹൃത്തുക്കളെ, പാരൻറ്റിങ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിക്കൽ ഇംഗ്ലണ്ട് സന്ദർശന വേളയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സന്ദർശനം നടത്താനൊരു അവസരം കിട്ടി. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട അർപ്പൂക്കര ചെറുപുഷ്പ ഇടവാംഗമായ ബിജു തിട്ടാല ആണ് അന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിയമ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം വളരെ പ്രഗത്ഭനായ മനുഷ്യൻ, വളരെ പ്രശസ്തനായി ബാരിസ്റ്ററും പിന്നീട് കേംബ്രിഡ്ജ് മേയറുമായി തിരഞ്ഞെടുക്കപ്പെട്ട കാര്യമൊക്കെ പത്രവാർത്തകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബിജു തിട്ടാല അദ്ദേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഭാഗങ്ങളൊന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ ക്ലാസ്സിൻ്റെ സംവിധാനങ്ങളും ലൈബ്രറിയും ഒക്കെ ആ സ്റ്റഡി രീതികളുമൊക്കെ കണ്ടപ്പോൾ വാസ്തവത്തിൽ നമുക്ക് അസൂയയാണ് ഉണ്ടായത്. ഇവിടെ സ്ഥിരം സമരങ്ങളും നിരന്തരമായി എല്ലാ സമയം എന്ന പോലെ തന്നെ അലങ്കോലങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, പഠനമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഓർത്തുപോയി. പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയും അതിരുന്ന ഇടവകയുടെ അതിർത്തിയിലാണ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് എനിക്കെന്നും എല്ലാ ദിവസവും വേണേൽ കണ്ടും കേട്ട് ഇരുന്നിരുന്ന, കാരണം ഞാനിരുന്ന പള്ളിയുടെ അതിർത്തിയിലാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയാണ്. എപ്പോൾ ചെന്നാലും പോലീസിൻ്റെ അകമ്പടി എപ്പോൾ കാണും, സമരത്തിന് വീമ്പിളക്കുന്ന ആൾക്കാരെ കാണും, രാഷ്ട്രീയ നേതൃത്വം ഇതൊക്കെ ആ ഗേറ്റിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ പഠനകാലാവധി കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കഴിഞ്ഞു കൂടുന്ന നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ വിദ്യാർത്ഥിയായിട്ടാണ് കഴിയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? വാസ്തവത്തിലൊരു VC ആയിരിക്കുക. ഞാൻ ഓർക്കുമായിരുന്നു, ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരിക്കുക എന്ന് പറയും. എന്തൊരു മാനസിക സമ്മർദ്ദമാണ്. സമാധാനത്തൊരു ദിവസം കടന്നു പോകാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വാതിൽക്കലെത്തിയപ്പോൾ ബിജു പറഞ്ഞു, രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ പഠിച്ച കോളേജാണിത്. അവർ വലിയ താല്പര്യം തോന്നും. അവർ പഠിച്ച കോളേജ് തന്നെയല്ല, അവർ അന്നത്തെ കാലത്ത് പ്രണയ ജോഡികളായി നടന്നിരുന്ന കാര്യമൊക്കെ ഇന്നും അവിടെയുള്ള പ്രായമുള്ള തലമുറ ഓർക്കുന്നുണ്ട്. അവരത് താല്പര്യപൂർവ്വം അത് മനസ്സിൽ വെച്ച് കിട്ടും. കാരണം അവർ വലിയ ആൾക്കാരായില്ല, അന്ന് പിള്ളേരാണല്ലോ. പ്രണയ ജോഡികളായി നടന്ന് കണ്ട് ഇരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കായി പ്രവേശിച്ചാണ്ടോ, ഇതാണ്ട് അവിടെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുന്ന പോലെ ഇരുന്നു. ഭയങ്കരമായ നിശബ്ദത. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റിയാണ്. ആ പരിസരങ്ങളെങ്ങും ഒരു ആളൊച്ചയും കേൾക്കാനില്ല. അകത്ത് കയറിയപ്പോഴല്ലേ വിദ്യാർത്ഥികളെല്ലാം വലിയ ലൈബ്രറികളിലും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുകയാണ്. അപ്പോഴാണ് വാസ്തവത്തിലെ വിഷമം തോന്നിയത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കും, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇപ്രകാരം ഈ രാഷ്ട്രീയക്കാർ അധപ്പതിപ്പിച്ച് കളഞ്ഞില്ല. അതിൻ്റെ എല്ലാം സിൻഡിക്കേറ്റും അതും ഇതുമൊക്കെ എന്തൊരു കോലാഹലമാണ്. വിദ്യാഭ്യാസമില്ലാത്ത ആൾ തന്നെ അത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാകാവുന്ന കാലമല്ലോ നമ്മുടേത്. അപ്പം അതുകൊണ്ട് അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നുന്നതെന്ന് പറയാം. ഇങ്ങനെയുള്ള അന്തരീക്ഷം വൈദിക സെമിനാറുകളിൽ മാത്രമേ, വൈദിക സെമിനാറിൽ ചെന്നാൽ ഇങ്ങനെയാണ്. അത് നമുക്ക് ഇന്ന് ഭയങ്കര ക്ലാസ് ടൈമിൽ അധ്യാപകൻ്റെ സ്വരവും ഒച്ചയും കേൾക്കാൻ സാധിക്കുമെങ്കിലും സ്റ്റഡി സമയത്ത് പിൻ ഡ്രോപ്പ് സൈലൻസാണ്. ശാന്തമായി ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വൈദിക വിദ്യാർത്ഥികളാണ്. 300-ഉം 400-ഉം ഒക്കെ വൈദിക വിദ്യാർത്ഥികളെ സെമിനാറുകളിൽ കാണാനായിട്ട് കഴിയും. കുറേയൊക്കെ വാസ്തവത്തിൽ ഈ സെക്കുലർ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യമാണ്. കേംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികൾക്കാണ് വാസ്തവത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഴമായ പഠനവും അറിവുമൊക്കെ ലഭ്യമാക്കാൻ സാഹചര്യം സൃഷ്ടിക്കണം. അങ്ങനെയൊക്കെ പഠിക്കുമെന്ന് രാഷ്ട്രീയത്തിലും സമൂഹത്തിലുമൊക്കെ നേതാക്കന്മാരുണ്ടായാലും ഒരുപാട് നന്മയുണ്ടാകുന്ന ഒരു സംശയമില്ല. നമ്മുടെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നില്ല പഠിക്കാനായിട്ട്. ഈ പറയുന്ന വലിയ അധികാരികളൊക്കെ ഇവിടെ പോയി കാണുന്നതല്ലേ. എന്താ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പകർത്താൻ പറ്റാത്ത? നമ്മളെല്ലാത്തിനും മുൻപന്തിലാണെന്നല്ലേ പറയും. എന്നിട്ട് ഏത് കാര്യത്തും മുൻപന്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയണ്ട. ഏതായാലും ശരി, ഇങ്ങനെ ചെയ്യാൻ ഒത്തിരി നന്മയുണ്ടാകുന്ന സംശയമൊന്നുമില്ല. അപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ആകർഷമായിരിക്കുന്ന ഒരു സംഗതി ഞാൻ കണ്ടത്, ആ വലിയ ലോക ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൻ്റെ ഭീമകാരമായൊരു പ്രതിമ. അതിൻ്റെ പിറകിൽ ഒരു ആപ്പിൾ മരം ഓർമ്മയിലുണ്ടല്ലോ. ഇത് എങ്ങനെ അതിൻ്റെ കീഴെങ്ങാണ്ട് പോയി നിന്നപ്പോൾ ഈ ആപ്പിൾ മൂക്ക വീണ്. അപ്പോൾ അത് ചിന്തിച്ചു. ഇപ്പം നമ്മൾ ചിന്തിച്ച് എന്തൊരു കഷ്ടം, ഇപ്പോഴാണ് ഈ പഴമൊക്കെ നേരത്തെ പറിച്ച് മാറ്റാൻ മേലായിരുന്നു,
ഇതാരുടെ ഇവിടെ കൊണ്ട് ഈ പഴം ഈ മരം ഒന്നും ചിന്തിച്ചതല്ല ചെയ്തേ. അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്ന് അറിയാം, ഇതെന്തോന്നും ഈ കീഴോട്ട് വന്ന് ഈ പഴം എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല. ശാസ്ത്രജ്ഞൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചുള്ള പഠനം അദ്ദേഹം കൊണ്ടുവരാനിടയായി. അന്തർമുഖനായ ഒരു മനുഷ്യനായിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനപരമായ ശാസ്ത്രത്തിൻ്റെ കുതിച്ചുചാട്ടമായെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അടിസ്ഥാന കണ്ടുപിടുത്തത്തിൽപ്പെട്ടതൊന്നാണത്. ന്യൂട്ടനായി തീർന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തൊരു സംഗതിയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണിത്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചിന്താവിഷയം അതല്ല. നമ്മുടെ ചിന്താവിഷയം പേരൻറ്റിങ് ആണല്ലോ. നമ്മുടെ ചിന്താവിഷയം ഈ ശാസ്ത്രജ്ഞൻ്റെ ബാല്യകാലമാണ്. അതിബുദ്ധിമാനായ ബുദ്ധിസാമർഥ്യമുണ്ടായിരുന്ന ഈ വലിയ ശാസ്ത്രജ്ഞൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭയങ്കര വിഷമം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു. അത് വലിയ ശാസ്ത്രജ്ഞനൊക്കെയാണ്. പക്ഷേ മാതാപിതാക്കളുടെ അവഗണനയും അതുപോലെ അവരുടെ വാക്കുകളും ആ കുട്ടിയെ മാനസികമായി തകർത്ത് കളഞ്ഞിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന. അതായത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ആ പ്രതിമയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഐസക് ന്യൂട്ടനെക്കുറിച്ച് വായിക്കണം പഠിക്കണം എന്ന് തോന്നാനിടയായ അതിൻ്റെ ഫലമായി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കും. അത് കണ്ടെത്തിയപ്പോൾ മനസ്സിലായ നമ്മുടെ കുട്ടികൾ അതുല്യ പ്രതിഭയുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കുട്ടികൾ. നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ വാക്കുകളൊക്കെ എത്ര ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ അന്തർമുഖനായ ഈ മനുഷ്യൻ നേരെ പോസിറ്റീവായിട്ട് അതിൻ്റെ എനർജി തിരിച്ചു വിട്ടത് കൊണ്ടാണ് ശാസ്ത്രജ്ഞനെ കിട്ടിയത്. പക്ഷേ വ്യക്തി ജീവിതം അന്ത പരാജയമായിരുന്നു. ഇപ്പം ജീനിയസായ പലരുടെയും ബാല്യകാലം സംഘർഷപൂരിതമാണെന്നുള്ള ഒരു സംശയവുമില്ല. വളരെ ബുദ്ധിയുള്ള ചില കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്കിടയിൽ കാണാനും വളരെ ബുദ്ധിമുള്ള പല കുഞ്ഞുങ്ങൾ. പക്ഷേ മാതാപിതാക്കൾ പരസ്പരം വിട്ടുവീഴ്ചകളും സർവ്വതാ വഴക്കാളികളും, ചിലപ്പോൾ പിതാവ് മുഴുവൻ സമയവും മദ്യപാനത്തിലും നിരന്തരം അശ്ലീല വാക്കുകൾ ഉച്ചരിച്ച് കുടുംബാന്തരീക്ഷം തകർക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിൽ വളരെ കുഞ്ഞുങ്ങളുണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച ചില മക്കൾ മദ്യത്തിന് തികഞ്ഞ വിരോധിയായും കഠിനാധ്വാനിയായും വളർന്നു വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? ഒരുവരെ ചിലപ്പോൾ കണ്ടുമടുത്ത ജീവിത പാളിച്ചകളോട് സ്വയം പ്രതികരിച്ച് ഭാവനാത്മകമായി മാറിയതാവാം. ഒരപ്പൻ വരച്ചു വയ്ക്കുന്ന സർവ്വ അപമാനങ്ങളും സഹിച്ച് പിടിച്ചു നിൽക്കുന്നതിനിടയിൽ നല്ലവരായ അച്ഛപാലകരുടെയും അധ്യാപകരുടെയും മറ്റ് നല്ല മനുഷ്യരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ഇതിനെ അതിജീവിച്ച് വളർന്നു വരുന്നത്. ഒരു ഭവനത്തിൽ ഓർക്കാണ് എല്ലാ ദിവസവും മദ്യപിച്ച് തിരിച്ചു വന്ന് വീടിനടിയിൽ എത്തുന്നതിന് മുമ്പ് അലറിച്ച് കാറി കൂവി വരുന്ന ഒരു അപ്പനുണ്ടായി. ആ മനുഷ്യന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യ ഭാര്യയെ തല്ലുക എന്നുള്ള ഹോബി വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കാരണവും വേണ്ട, അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിള്ളേർ പഠിക്കുക. ഒരിക്കൽ പഠിച്ച TTC അല്ല, +2 പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചൻ്റെ ആൺകുട്ടിയുടെ പുസ്തകങ്ങളെല്ലാം കൂടെ എടുത്ത് തീയിലേക്കിട്ടു, അടുപ്പിലേക്കിട്ടു. അതുകൊണ്ട് അപ്പുറം പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന റെക്കോർഡ് ബുക്കുകൾ മുഴുവൻ എടുത്ത് ചുട്ട് കളഞ്ഞു പെൺകുട്ടിയുടെ. ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ വളരാനായിട്ട് സാധിക്കും. പക്ഷേ ആ കുഞ്ഞുങ്ങൾ വളർന്നു. തോരാത്ത കണ്ണുനീരും നിർത്താത്ത പ്രാർത്ഥനയും കൊണ്ടു നടന്ന ഒരു അമ്മ അവിടെ ഉണ്ടായി. ആ കണ്ണുനീരിൻ്റെ ഫലം ആ കുഞ്ഞുങ്ങൾ രണ്ടും നല്ല ഉന്നത വിദ്യാഭ്യാസം വാങ്ങി, രണ്ടുപേരും ഉദ്യോഗസ്ഥരായി. പെൺകുട്ടി PhD പാസ്സായി ഗൾഫിൽ ജോലി ചെയ്തവൾ സമ്പന്നയായി. ഇപ്പോൾ പ്രായാധിക്യത്തിൽ അപ്പൻ്റെ കുടിയൊക്കെ അവൻ കുടിക്കാൻ നിവൃത്തിയില്ല, നിർത്തിയിട്ട് മരുന്നും കൊടുത്ത് വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടക്കുമ്പോൾ ഇങ്ങനെ ഏത് തരത്തിലാണ് ഈ കൊച്ചുങ്ങൾ പ്രതികരിക്കുന്നത് നമുക്കറിയാൻ പാടില്ല. ഇതിവിടെ ഇങ്ങനെ നന്നായിട്ട് പ്രതികരിച്ചെങ്കിൽ മറ്റൊരു പ്രതികരണം നമുക്കറിയാം. ഇതേ രീതി തന്നെയായിരുന്നു ഹിറ്റ്ലറിൻ്റെ അപ്പൻ. ഹിറ്റ്ലറിൻ്റെ അപ്പൻ എന്താ ചെയ്തിരുന്നത്? അത് ഭയങ്കര മദ്യപാനിയായിരുന്നു. ഈ കുട്ടിയെ ചുറ്റുമുള്ള മരത്തിൽ കെട്ടിയിട്ട് തല്ലുമായിരുന്നു. അപ്പം അന്ന് നിവൃത്തികേട് കൊണ്ട് തല്ല് മുഴുവൻ സഹിച്ചു. പക്ഷേ ഭാവിയിൽ അവൻ എന്ത് ചെയ്തു? ഇവൻ ചാൻസലറായി അധികാരിയായി തീർന്നു കഴിഞ്ഞ ഉടനെ എന്താ സംഭവിക്കുന്നത് അറിയാം? ആ വീട്ടിലൊരു മാനസിക രോഗം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുറേ അത്തരത്തിലുള്ള മെൻ്റലി ഡിസബിലിറ്റി ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടായി. ആദ്യം ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം മെൻ്റൽ രോഗികളെ മുഴുവൻ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. പിന്നെ നമുക്കറിയാം, ചരിത്രത്തിനും പറയേണ്ട കാര്യമില്ല, ഈ ക്രൂരത എവിടെ നിന്നാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ അധികാരി ആരാന്ന് ആരോട് ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ ഹിറ്റ്ലർ എന്ന് പറയും. പക്ഷേ ആ ഹിറ്റ്ലർ എങ്ങനെയാണ് ഉണ്ടായത്? അതാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന അന്തരീക്ഷം, അപ്പോൾ അതൊരു വലിയ കാര്യമാണെന്ന കാര്യം ഓർക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇത് എന്നാ ചെയ്യുന്നു?
തൻ്റെ ഐസക് ന്യൂട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുരന്തം നിറഞ്ഞതായിരുന്നു. അത് വാസ്തവത്തിൽ പോസ്റ്റ് ഹ്യൂമൻ ചൈൽഡായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൻ മരിച്ചു, അമ്മയെ വളർത്തി. പക്ഷേ ഐസക് ന്യൂട്ടന് 3 വയസ്സുള്ളപ്പോൾ അമ്മ വീണ്ടും ഹന്ന എന്ന പേരുള്ള സ്ത്രീയാണ്, വീണ്ടും ഒരു കല്യാണം കഴിച്ചു. 2ാം ഭർത്താവിന് ഐസക് ന്യൂട്ടനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു അവനോട്. വെറുതെ അവൻ്റെ കാര്യം മുഴുവൻ ശാപവാക്കുകളൊക്കെ ഉച്ചരിക്കുകയും ഒരു തരത്തിലും മനസ്സിലുണ്ടോയില്ലാതെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അമ്മയുടെ സ്നേഹം മുറ്റി അനുഭവിക്കേണ്ട ആ സമയത്ത് ഒന്നും കിട്ടാതെ വന്നു. അപഗണനയും നിന്നയും അതാണ് ഭയങ്കര ഭാരതമായിട്ട് അവനെ അവർ കരുതി മുത്തശ്ശിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോൾ എന്താ, നീ തന്നെ ഒരു അധികപ്പറ്റാവുന്ന രീതിയിലായിരുന്നു മുത്തശ്ശിയുടെ ഇടപെടൽ. ഇതാണ് ഐസക് ന്യൂട്ടൻ്റെ ബാല്യകാലം എന്ന് പറയും. ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഒരു വലിയ ശാസ്ത്രീയ രൂപപ്പെട്ട് വന്നത് എങ്ങനെയാണെന്നുള്ള ഉടയാൻ അറിയാം, സത്യം പറയാം എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ ന്യൂട്ടൻ്റെ ഉള്ളിൽ കടുത്ത ദേഷ്യവും വിഷാദവും തോന്നി. പിന്നീട് അത് ഒരിക്കലും എഴുതി, പല പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി, എൻ്റെ അപ്പനെയും അമ്മയെയും അവരുടെ വീടിനോടൊപ്പം കത്തിച്ച് കളയാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു. പോകാം. ആലോചിക്കണേ, ഈ അടുത്ത കാലം വലിയ ദൂരം വർഷങ്ങളായില്ല, അമേരിക്കയിൽ 10 വയസ്സുള്ള ഒരു ആൺകുട്ടി അവിടെ സ്വന്തം അമ്മയെ ഒപ്പം അടുത്ത് 12 പിള്ളേരെ പിടിച്ചു പോകുന്ന വാർത്ത നമ്മൾ കേട്ടിട്ട് അറിയായില്ല. കാരണം എന്നാ, സംഗതി ഇത്രയേ ഉള്ളൂ, അമ്മ ഡൈവോഴ്സ്ഡായി അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ കാരണം. അപ്പം അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പനെ കൂടാതെ അമ്മ അങ്ങനെ ജീവിച്ചിരിക്കുന്ന അവൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളും. ഇപ്പോൾ പ്രതിഭാശാലിയായിരുന്നു ന്യൂട്ടൻ, പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ ഒരു വളരെ ദുരന്തമായിട്ട് വേണമെങ്കിൽ പറയാം. ആരെങ്കിലും പറയാം ന്യൂട്ടനെക്കുറിച്ച്? ഐസക് ന്യൂട്ടനെ ആരും പറഞ്ഞാലും പ്രതിഭാശാലിയെ മഹാശാസ്ത്രജ്ഞൻ, പക്ഷേ വ്യക്തി ജീവിതം ഒരു ദുരന്തമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരെല്ലാം തന്നെ തകർക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. കല്യാണം കഴിച്ചില്ല, അദ്ദേഹത്തിന് ആരോടും പങ്കുവയ്ക്കാൻ കഴിവില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും അദ്ദേഹം ഭയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. സ്വന്തം കണ്ടുപിടുത്തങ്ങൾ ആദ്യത്തെ ഘട്ടങ്ങളിലൊന്നും പുറത്ത് പറയാൻ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹം ധരിച്ചിരുന്ന മറ്റുള്ളവരെല്ലാം എനിക്കെതിരാണ്, എൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ സമകാലിക ശാസ്ത്രജ്ഞന്മാരൊക്കെ വഴക്കിടുമായിരുന്നു അദ്ദേഹം. പിന്നെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത്. സുഹൃത്തുക്കളില്ല. കാരണം സ്നേഹമുള്ള വാക്ക് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കേട്ടിട്ടേ ഇല്ല, സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുമില്ല. അപ്പോൾ കടുത്ത മാനസിക തകർച്ച. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യേണ്ടത്, മറ്റാരും കാണാതെ മുറിയിൽ കയറി അടച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കണേ, ഇത്രയും വലിയ ബുദ്ധികൂർമ്മതയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ശാസ്ത്ര ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്. പക്ഷേ ജീവിതകാലം മുഴുവൻ പേടിത്തൊണ്ടെന്നായിരുന്നു. മറ്റുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും കരുതിക്കൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് വലിയ മഹാന്മാരും ബുദ്ധിമാന്മാരും ആളുകൾക്ക് ഇങ്ങനെയൊരു പ്രൈവറ്റ് ലൈഫ് അതിനകത്തുണ്ടായിരുന്നത് ആരാ തിരിച്ചറിയുന്നു? എത്രയോ സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന അദ്ദേഹം അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായ, അവസാനം അങ്ങനെ ആയിപ്പോയെ? പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായി, ഈ സമൂഹത്തിനും ലോകത്തിനും നല്ല നന്മ അദ്ദേഹം ചെയ്യാനിടയായി. അന്തർമുഖനായിരുന്ന മനുഷ്യൻ്റെ ചിന്ത ആ വഴിക്കങ്ങ് തിരിഞ്ഞു. നേരെ തിരിഞ്ഞത് ഹിറ്റ്ലറെ പോലെ തിരിഞ്ഞിരുന്നെങ്കിലോ എന്തൊരു ഭയങ്കരമായ ദുഷ്ടനെ കിട്ടുമായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട, വിദ്യാഭ്യാസത്തേക്കാൾ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം മക്കൾക്ക് സുരക്ഷിതത്വ ബോധം നൽകണം. എല്ലാ അപ്പനും അമ്മയും ചിന്തിക്കണം, അവർക്ക് കിട്ടുന്ന മാർക്ക്, അവർക്ക് കിട്ടുന്ന റാങ്ക്, ഇതെല്ലാം ഇപ്പോഴത്തെ ഭയങ്കര പ്രലോഭനം. അയൽക്കത്തെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, പിന്നെ എനിക്ക് എത്ര, എൻ്റെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, ഇതെല്ലാം എപ്പോഴും മനുഷ്യരെ കൊച്ചിനെ പോലെ ടെൻഷൻ പിടിപ്പിക്കുന്ന ഇടപാടാണ്. ഇതല്ല നൽകേണ്ടത്, സുരക്ഷിതത്വ ബോധമാണ് നൽകേണ്ടത്. അതായത് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്ക് ചങ്ങി പറയുകയാണ് ചിലപ്പോഴും. നിന്നെ സ്നേഹിക്കുന്നു, നീ ഞങ്ങൾ പ്രിയപ്പെട്ടവനാണ്. ഈ വാക്കുകളൊക്കെ വളരെ ശക്തി പകരുന്ന, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. അല്ലാതെ തരം താഴ്ന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അത് അപകടകരമാണ്. അപ്പോൾ ലോകം കീഴടക്കിയാലും ചിലപ്പോൾ ഒരുപക്ഷെ ഹിറ്റ്ലറായി പോയെന്ന് വരാം. അപ്പം അതുകൊണ്ട് ഇതിപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുമ്പിൽ ഈ ഐസക് ന്യൂട്ടൻ്റെ ചിത്രം അവതരിപ്പിക്കുക. നമ്മൾ പിള്ളേരൊക്കെ പഠിക്കുന്നതല്ലേ ഈ ഐസക് ന്യൂട്ടനെ കുറിച്ച്? എല്ലാ പിള്ളേരും പഠിക്കുന്നതല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഓർക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എവിടുന്നോ അതിൻ്റെ നന്മ ആ പാരമ്പര്യത്തിൻ്റെ എവിടെയോ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വളർന്നു വരികയില്ല. പക്ഷേ നന്മ വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഭ വളർന്ന് ലോകത്ത് നന്മയായെങ്കിലും വ്യക്തി ജീവിതം ദുരന്തമായി ഭവിച്ചില്ലേ ഭയങ്കരമായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ കുട്ടികളുടെ പരിശീലന രംഗത്തൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. മാറ്റം വരേണ്ടത് കടന്നു പോകുന്ന തലമുറയ്ക്കാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പിന്നാലെ വരുന്ന തലമുറ, നമ്മുടെ മക്കൾ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ്, പ്രതിഭയുള്ളവരാണ്.
അതിന് അവർക്ക് ആ പ്രതിഭ വളർത്തിയെടുക്കാനുള്ള വഴിമരുന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ള നമ്മുടെ ചുമതല, വഴി കാണിച്ചു കൊടുക്കുക നമ്മുടെ ചുമതല. നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാന്ന് പറയുമ്പോൾ എന്തിനാ കാണിക്കേണ്ടി? കാരണം അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ്. നമ്മൾ ജനിച്ച് വളർന്നു പോയി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലമായിരുന്നോ? ഇന്നിപ്പോൾ കുട്ടികളുടെ കയ്യിൽ മുഴുവൻ വിജ്ഞാനം കയ്യിലിരിപ്പുണ്ട്. അവൻ തന്നെ ജെമിനിയോട് ചോദിക്കും ഇന്നതിൻ്റെ അർത്ഥം എന്താണ്, കൃത്യം പറയും തൈ ഇന്നതാണെന്നുള്ളത്. അവന് കൃത്യം എല്ലാത്തിനും മറുപടി കിട്ടാനുള്ള സംവിധാനം അവൻ്റെ കയ്യിലിരിപ്പുണ്ടെന്നേ. പണ്ടത്തെ പോലെ അന്വേഷിച്ച് അതിലെല്ലാം നടക്കണ്ട, സാറുമാർ ചോദിക്കേണ്ട, ഒന്നും വേണ്ട, കൃത്യം കയ്യിലിരിപ്പുണ്ട്. ഇങ്ങനെ ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം എന്താ ജെമിനി എന്ന് ചോദിച്ചപ്പോൾ കൃത്യം അങ്ങോട്ട് പറഞ്ഞു തരികയില്ലേ? ഇത്രയുള്ള ഭയങ്കര വിജ്ഞാന സ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അടിച്ചിരുത്തി പേടിപ്പിച്ച് ഭയപ്പെടുത്തി പഠിപ്പിച്ച് നന്നാക്കാമെന്ന് ആരും വിചാരിക്കരുത്. വേണ്ടത് സുരക്ഷിതത്വ ബോധം നൽകുക. നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പം നീ സുരക്ഷിതനാണ്. നീ എവിടെ പോയാലും നിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞങ്ങളുണ്ട്. നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി, നിനക്ക് പറ്റാവുന്ന ജോലി നിങ്ങൾ ചെയ്യുക. നീ പഠിച്ചോളൂ, കിട്ടുന്ന മാർക്ക് മതി, കിട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് തൃപ്തിയേ ഉള്ളൂ. അല്ല നിന്നെക്കുറിച്ച് പഠിപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ വന്ന് ഫസ്റ്റ് റാങ്ക് വായിക്കാതെ ഞങ്ങളാരും നിർബന്ധിക്കുന്നില്ല. കിട്ടുമോ മേടിച്ചോ, കിട്ടിയില്ല കുഴപ്പമില്ല, നിൻ്റെ മാർക്കിനേക്കാൾ വലുത് നീയാണ്. പണ്ടൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്തു. എന്താണെന്നറിയും? അവൻ ചിന്തിച്ചത് അവൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ആദ്യം തന്നെ തോറ്റുപോയി. ആദ്യത്തെ തോക്കുന്ന സ്വഭാവമുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ചില കട്ടിയായ വിഷയങ്ങൾക്ക് ആദ്യം തോക്കുന്ന ഇടപാട്. അവിടെ ഒത്തിരി പേര് നോക്കും. പക്ഷേ ഇവൻ പോയി ആത്മഹത്യ. എന്നിട്ട് അവൻ കുറിച്ച് വെച്ച് എന്താണെന്നറിയോ? അവൻ്റെ മാതാപിതാക്കളെ ഫേസ് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുള്ളത്. മാതാപിതാക്കൾ ജന്മ അലമുറയിട്ട് കരഞ്ഞ് കാറ് കുപ്പി അവർ പറഞ്ഞാണെന്നറിയോ? എൻ്റെ മോനെ, നിൻ്റെ മാർക്കിനേക്കാളും ഞങ്ങൾക്ക് വലുത് നീ ആയിരുന്നു. ഈ ചിന്ത മാതാപിതാക്കൾ കാത്തു സൂക്ഷിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.